എടാ നീ തോറ്റില്ല എനിക്കിത് എത്ര നേരം നീ അല്ലേ കളിച്ച് തോറ്റില്ല താടാ നീ എനിക്ക് വീട്ടിൽ വന്നാലും നീ ഇവിടെ വന്നാലും നീ എനിക്കൊന്നും ഫോണും തരില്ല ഒന്നും തരില്ലേ എനിക്ക് കളിക്കണ്ട അപ്പൊ വേഗം തന്നോട്ടോ ഞാൻ പറഞ്ഞു കൊടുക്കൂട്ടാ കോട്ടയ്ക്ക് കുറെ നേരമായില്ലോ തുടങ്ങിട്ട് എന്തൊരു നിങ്ങൾ കാര്യം കളിച്ചോണ്ടിരിക്കുന്നേ ഒരു മൊബൈലുണ്ട് ഈ മൊബൈലിക്ക് വേണ്ടിട്ട് അങ്ങോട്ട് നിന്ന് പറയാം എത്ര നേരം നിങ്ങൾ ഇരിക്കാൻ തുടങ്ങിയിട്ടില്ലേ ചെന്നിട്ട് ബുക്ക് എടുത്ത് വെച്ച് പഠിച്ച അല്ലെങ്കിൽ ഇനി നിന്റെ ഉമ്മ അങ്ങോട്ട് വിടില്ല അങ്ങോട്ട് ഒരു നേരം ഞങ്ങൾ ഇത് കളിക്കട്ടെ മക്കളെ നിന്റെ ഉമ്മ ഇതുപോലെ ശനി നേരം വിടണെങ്കിലേ ഇതേപോലെ ഇപ്പൊ ചെന്നിട്ട് പഠിക്കണ്ടേ ബുക്ക് എടുത്ത് വെച്ച് പഠിച്ച ചെല്ല് തന്നെ പോയിട്ട് ബുക്ക് എടുത്ത് വെച്ച് പഠിച്ച എന്റെ കുട്ടികളൊക്കെ എനിക്ക് വേണ്ട എനിക്ക് ബുക്ക് എടുത്ത് വെച്ച് പഠിക്ക ചെല്ല് ബുക്ക് എടുത്ത് വെച്ച് പഠിച്ച പോയിട്ട് നല്ല കുട്ടികളായിട്ട് നാളേക്ക് പോണാന്ന് പഠിക്കണം ശരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യ അവളാണെങ്കിൽ എന്നെ പറയും ഫോൺ വെച്ചിട്ട് നമുക്ക് കളിക്കാം നമുക്ക് പോവാ ശരി നീ കളിക്കട്ടാ നീ തോറ്റ എനിക്ക് വേണ്ട ഞാൻ ഉമ്മമാന്റെ അടുത്ത് പോയിട്ട് വരാം അപ്പൊ ഉമ്മമ്മ കഴിക്കാനൊന്നുമില്ലേ നമുക്ക് വിശന്നിട്ട് എന്തെങ്കിലും തിന്നാൻ തോന്നുന്നു അവിടെയാണെങ്കിൽ ഉപ്പച്ച എന്തെങ്കിലും കൊണ്ടുവരും അയ്യോ മോൾക്ക് തന്നെ മാമ വരുമല്ലോ പണി കഴിഞ്ഞിട്ട് അപ്പൊ മോൾക്ക് കാര്യം ചെയ്യാം മാമാക്ക് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടേ എന്തേലും വാങ്ങിച്ചു വരാൻ പറയാം മക്കള് വന്നത് മാമാക്ക് അറിയില്ലല്ലോ അപ്പൊ മാമാക്ക് വിളിച്ചു പറഞ്ഞിട്ടേ മാമ എന്തിനാ ഇവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന പണിയെടുത്തിട്ട് മാമീനെ വിളിച്ചൂടെ മാമിയാണ് വെറുതെ ഇരിക്കുന്നത് മാമിക്ക് വയ്യ മോളെ പനി 2 ദിവസമായി പനി തുടങ്ങിയിട്ട് അത് കാരണം മാമിയല്ലേ മാമി ഒന്നൊക്കെ ചെയ്യോ മാമിക്ക് വയ്യാത്ത കാരാണ് ഇപ്പൊ ഉമ്മ പറഞ്ഞത് കഷ്ടപ്പെടുന്ന അടുക്കളയില് ഞാനേ മാമാക്കൊന്ന് വിളിച്ച് പറയട്ടെ കുട്ടികൾ വന്നിട്ടുണ്ട് എന്തെങ്കിലും വാങ്ങിച്ചു വേണ്ട കടയിൽ നിന്ന് പറയട്ടെ കേട്ടോ പിന്നെ എന്റെ മക്കൾക്ക് വിശന്നിട്ടേ പനി കഴിഞ്ഞ് വരുമ്പോഴേ പോട്ടെ വീണ്ടും എടുത്ത മൊബൈലിലേക്ക് മൊബൈല് കളിയുണ്ടല്ലോ നിന്നെ എപ്പോഴും മൊബൈല് ആ പെണ്ണ് വായതോ തൊള്ള തുറന്നാ പറയും മൊബൈൽ എന്നെ ഉമ്മ ഒരു പണി ഒരു സ്കൂൾക്ക് പോയി വന്ന ഒരു ബുക്ക് എടുത്ത് നോക്കി വെച്ചിട്ട് എടുക്കണില്ലല്ലോ അടിക്കുന്നുണ്ട് എടുക്കണില്ല എടുക്കണ പോലെ അടിക്കുന്നുണ്ട് മോളെ എടുക്കണില്ല എടുക്കോ നോക്കട്ടെ കുട്ടികൾ വന്നത് അവർക്ക് മാമാക്ക് അറിയില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ മാമ വാങ്ങിട്ട് വരാറൊക്കെ ഉണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും കയ്യില് നിങ്ങൾ വന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൂടുതൽ വാങ്ങിട്ട് വരും എടുക്കണില്ല ശരി വന്നില്ലെങ്കിൽ വേണ്ട നാളെ കാലത്ത് കൊണ്ട് മേടിക്കുക പിന്നെ മാമ കൊണ്ടുവരും അതുകൊണ്ട് നന്നിട്ടാ മക്കൾക്ക് വെറിയ എടുത്തിട്ടാണല്ലേ അവിടെ ഉപ്പ നല്ലോണം വാങ്ങിട്ട് വരുമോ ഇതേ സ്വത്തു മാമ വരുമ്പോളേ തിന്നാൻ കൊണ്ടുവരും കേട്ടാ കൊണ്ടുവന്നിട്ട് മക്കൾക്ക് വാങ്ങി വെച്ച് തരണ്ട് കേട്ടാ പിന്നെ മാമാക്ക് നിങ്ങൾ വന്നത് അറിയില്ലല്ലോ അല്ലെങ്കിൽ വല്ല പൊറോട്ട ഇറച്ചിയൊക്കെ വാങ്ങിട്ട് വരാൻ പറയും ശരി കുഴപ്പമില്ല നമുക്കേ ഇപ്പൊ പനി വിട്ടിട്ടേ നമുക്ക് പൊറോട്ട ഇറച്ചി വാങ്ങിക്കട്ടെ മാമ വന്നാ ഇവരൊരു ഉച്ചക്ക് നാൻ പോയി കൊണ്ടുവന്ന് ശനി ഞായർ ലീവല്ലേ അപ്പൊ ഒന്നും പറയാനില്ല അപ്പൊ അവര് വന്നത് നിനക്ക് വിളിച്ചിട്ട് കിട്ടണില്ല നിനക്ക് കൊറേ വിളിച്ച് പിള്ളേർക്ക് വെറിയെടുത്തിട്ട് വയ്യമ്മ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചു വേറൊരു ഫോണിലായിരുന്നു അതുകൊണ്ടാണ് നിനക്ക് വിളിക്കണ്ട അടിക്കണ്ട് നീ എടുക്കണില്ല അപ്പൊ കുട്ടികള് പറയണേ അമ്മ എന്തെങ്കിലും ഉണ്ടമ്മാന്ന് അപ്പൊ മാമാക്ക് വിളിച്ച് പറയാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചാൽ നിനക്ക് കിട്ടണില്ല മാമ അവിടെ ഇത്ര നേരം ചോദിക്കുക മാമ പുറത്തു പോയിട്ടുണ്ട് വരുമ്പോ എന്തെങ്കിലും വാങ്ങിട്ട് വരും എന്നൊക്കെ പറഞ്ഞേ നീ ആണെങ്കിൽ വെറുതെ വന്നാ ഇല്ല ഞാൻ ഒന്നും വാങ്ങിയില്ലല്ലോ സാലിക്കുട്ടിയോ സാലിക്കുട്ടി അതിന്റെ ഉള്ളിലുണ്ട് പിള്ളേര് ഇരിക്കട്ടെ ഇവിടെ എന്ത് ചെയ്യാ മൊബൈല് നോക്കാം ഞാൻ ഈ റീൽസ് ഒക്കെ ഇരുന്ന് നോക്കിയിരുന്നു ഒന്നും പറയണ്ട ഇത് അവിടെ അടിപൊളി ബിരിയാണി കണ്ടപ്പോഴേ വാങ്ങിയതാ നല്ല ബിരിയാണിയാണല്ലോ ഞാൻ പനിച്ചിരിക്കണോ വായിക്ക് ഇതൊക്കെ തിന്നാൻ തോന്നിട്ടിരിക്കുന്നതായിരുന്നു നിങ്ങൾ മേടിച്ചിട്ട് നന്നായി അല്ല പിള്ളേർക്ക് മേടിച്ചിട്ടുണ്ടായിരുന്ന പിള്ളേർക്കൊന്നും വാങ്ങിയിട്ടില്ല അവര് വന്ന കാര്യമൊന്നും എനിക്കറിയില്ല പിന്നെ അല്ലെങ്കിൽ സ്കൂളിൽ പൂട്ടി കഴിഞ്ഞാൽ 2 ദിവസമായിട്ട് അവർക്കൊന്നും കൊടുക്കണ്ട അത് നിനക്കായിട്ട് ഞാൻ സെപ്പറേറ്റ് വാങ്ങിയത് ഇങ്ങനെ പറയണത് നമ്മുടെ കുട്ടികൾ തന്നെയല്ലേ താത്താന്റെ കുട്ടികൾ വന്നിട്ട് അവർക്ക് കൊടുക്കാനിട്ട് തിന്നെ ഞാന് കുഴപ്പമില്ല ഒരു ബിരിയാണി ഇല്ല നീ കഴിച്ചോ അവരൊക്കെ എപ്പോഴും കഴിക്കണതാ നീ കഴിച്ചോ എന്തിനായിരിക്കും ഇങ്ങനെ കാണിക്കുന്നത് അതെ ഇത് കഴിച്ചോ ഞാൻ അപ്പോഴേക്കും പോയി കുളിച്ചിട്ട് വരാം കുറച്ചെന്നാ കൊടുത്തിട്ട് വരാം ഞാൻ കുറച്ച് കൊടുത്താലേ എങ്ങനെയാ അവിടെ ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ട് അവർക്കൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല ഇത് ഞാൻ മാത്രമായിട്ട് എങ്ങനെ കഴിക്കുന്ന കാര്യങ്ങൾ ഒരെണ്ണം മാത്രമേ വാങ്ങിയുള്ളൂ വാങ്ങിക്കണമെങ്കിൽ എല്ലാവർക്കും വാങ്ങിക്കണ്ടേ അവിടെ 2 കുട്ടികളുണ്ട് ഉപ്പയുണ്ട് ഉമ്മയുണ്ട് 4 വാങ്ങിക്കണ്ടേ ഇതൊന്നേ വാങ്ങിയുള്ളൂ നിനക്ക് മാത്രമേ കഴിച്ചോ ഞാൻ എന്തായാലും കുളിച്ചിട്ട് വരാം
കൊടുക്കണ്ട ഈ ഇക്ക ഇതിപ്പോ ആകെ കുറച്ചുള്ളൂ. അതെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. നിങ്ങൾ 2 ദിവസം കൂടി നിന്നിട്ടേ പോവുക ട്ടാ. നാളെ ഒന്ന് പോകണ്ട, 2 ദിവസം കഴിഞ്ഞിട്ട് പോവാ. സ്കൂള് പോവൂലേ? മദ്രസയ്ക്കും പോണം. നിന്റെ ഉമ്മ വിടൂല. ശനിയും ഞായറും വിട്ട് തിങ്കളാഴ്ച കൊണ്ടാക്കണം പറഞ്ഞിട്ടാണ് പറഞ്ഞാച്ചത്. അതിന് ഉമ്മ സമ്മതിക്കില്ല അല്ലേ? പിന്നെ അവിടുത്തെ മദ്രസ പഠിപ്പൊക്കെ നല്ല പഠിക്കണൊക്കെ ഇല്ലേ മദ്രസയില്? സ്കൂളും പഠിപ്പൊക്കെ ഇല്ലേ? കുട്ടിയൊക്കെ ശരിക്കും പോകണ്ട, മടിയനാണ്. മോനെ നല്ലപോലെ പഠിച്ചോട്ടാ. ഉമ്മ എപ്പോഴും വിളിച്ചാലും പറയോ കുട്ടിക്ക് പഠിപ്പിൽ ഇത്തിരി പിന്നാക്കാണെന്ന്. ഇന്നിടെ നിന്റെ ഉമ്മ വിടാത്ത എന്താന്നാ, ഇവിടെ വന്ന ഏത് നേരം മൊബൈൽ കുത്തിപ്പിടിച്ചിട്ട് നോക്കിയിരിക്കും. അത് കാരണമാണ് ശനി നേരായാലും ഇങ്ങോട്ട് വിടാത്തത്. നല്ലപോലെ പഠിക്കണോട്ട് മുത്തേ. എന്റെ മുത്ത് പഠിച്ച് വലിയ ആളായിട്ട് വേണം ഉപ്പാടും വിഷമങ്ങളും കടങ്ങളും കാര്യങ്ങളും എല്ലാം മാറാനിട്ട് മുത്തേ. നന്നായി പഠിക്കണില്ലേ? ഒന്നും പഠിക്കില്ല. അതെ, ഫോണ് കളിച്ചോണ്ടേ കളിയാണല്ലേ? അവള് പറഞ്ഞു ഉമ്മ അവിടെ വന്നാലും മൊബൈൽ കൊടുക്കണ്ടട്ടാ, മൊബൈൽ കൊടുത്താൽ പഠിക്കുകയില്ല എന്ന് പറഞ്ഞു. വന്നത് മൊബൈൽ എടുത്ത് ഇരിപ്പാണ്. ഇപ്പൊ ഞാൻ പിടുങ്ങി വെച്ചതാ, ചാർജില്ലാണ്ട് കുത്തി വെച്ചിരിക്കണു. അല്ല മാമിക്ക് വയ്യാലോ, ഞാൻ വന്നിട്ട് മാമി ഇടക്ക് എടുക്കുന്നുണ്ട്. മാമി പനി കുറവുണ്ടാ? ഇതൊന്ന് ബിരിയാണിയോ? അത് ബിരിയാണി ഒന്നുമല്ല. ഇത് എന്താ എവിടുന്ന മാമിക്ക് ബിരിയാണി? ഇത് നിങ്ങളുള്ളതൊന്നും മാമാക്ക് അറിയില്ലല്ലോ. അപ്പൊ എനിക്ക് ഒരു പുതിയ ബിരിയാണി മാമ മേടിച്ച. നിങ്ങള് കഴിക്കുന്ന നീ കഴിക്കുന്ന ഈ ഒരു വായ കഴിക്കുന്ന വായ ഒന്ന അതിനെന്താ ഇത് കൊറച്ച് കഴിക്കുന്ന. അതെ നിങ്ങള് വരുന്നൊന്നും മാമാക്ക് അറിയില്ലല്ലോ. എന്നാ കഴിക്ക്, നന്ദി കഴിക്കും. വരുന്നൊന്നും അറിയാത്തായിരുന്നേ മാമ അങ്ങക്കൊന്നും മേടിച്ചില്ല എന്ന് പറഞ്ഞു. മാമാനോടൊന്നും പറയണ്ടാട്ടാ. രസല്ലേ ബിരിയാണി? നെയ്യും കഴിച്ചോ? ഞാൻ നേരത്തെ നിങ്ങളെ വിളിക്കണം എന്ന് വെച്ചിട്ട് ഇരിക്കായിരുന്നു. പിന്നെ ഉമ്മ ഉള്ള കാരണമാണ് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാന്ന് വെച്ചേ. എന്നാ കഴിച്ചോ, കൊറച്ച് കഴിച്ചോ. എന്നാ കുറച്ചുകൂടി കഴിക്കുന്ന കഴിച്ചോ. വെള്ളം വേണടാ, വെള്ളം വേണോ? എന്നാ വെള്ളം കുടിച്ചോ. ഇവിടെ ഇരിക്ക, ഞാൻ വായിത്തരാം, മാമി വായിത്തരാം. നേരത്തെ മമ്മാട് പറഞ്ഞോള വിശക്കണം. ഇപ്പൊ ബിരിയാണി വിശപ്പം അങ്ങോട്ട് മാറി. ആണോ? എന്നാ കുറച്ചും കൂടി കുറച്ചും കൂടി കഴിച്ചോ. കഴിച്ചോ. ഇതിനെന്താ ഇർഫാൻ കുട്ടിക്ക് കുറച്ച് വെറ്റേ മതിയാ? എരിവുണ്ട് ഇല്ലേ? കുറച്ച് എരിവുണ്ട്. ഞാൻ പറഞ്ഞതാണ് ഇത്തിരി എരിവൊക്കെ ഉള്ളത് മേടിച്ചിട്ട് വരുന്നു. പനിച്ചപ്പോഴേ ഒന്നും അറിയണില്ല നാവിന്. അതാണ് ഇപ്പൊ മാമ നിങ്ങളുള്ള കാര്യം അറിയാത്തോണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇതായി. അപ്പല്ല കുറച്ചും കൂടി തെറ്റേ? എന്നാ കുറച്ച് കഴിക്കേ. ആണോ? ശരി. ലാസ്റ്റ് ഒരു നീ കഴിക്കണ മതി ഞങ്ങക്ക്. എന്താ ബിരിയാണി നല്ല രസമുണ്ടെന്ന് പറയുന്നത്? എവിടെ ബിരിയാണി? അല്ല മാമിയുടെ അങ്ങോട്ട് ഞങ്ങൾ നേരത്തെ പോയില്ലേ, അപ്പൊ ബിരിയാണി മാമി കഴിക്കണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്കും കൂടി തന്നു. മാമി ബിരിയാണി ബിരിയാണി അത് മാമ പണി കഴിഞ്ഞിട്ട് വരുമ്പോ കൊണ്ടുവന്നു പറഞ്ഞു. മാമ ബിരിയാണി വാങ്ങിക്കൊണ്ട് കൊടുത്തിക്കണ? ഞങ്ങളുള്ളത് അറിയില്ലല്ലോ മാമാക്ക്. അപ്പൊ ഒരെണ്ണേ മേടിച്ചോളൂന്നും പറഞ്ഞു. എന്നിട്ട് മാമി നിങ്ങക്ക് തന്നാ? തന്ന ബിരിയാണി വാങ്ങിക്കൊണ്ട് കൊടുത്തിക്കണ. മാമയുടെ കയ്യിൽ ഒന്നും കണ്ടില്ലല്ലോ പണിക്ക് പറ്റിയിരുന്നോ? പോയപ്പോ കണ്ടുല്ലേ? അതെ, മോൻ കണ്ടാ? ഉമ്മ കണ്ടില്ലല്ലോ, ഈ കണ്ടാ? ഞാൻ ചെറുതായിട്ട് കണ്ടു. ആരള്ളത്? നിങ്ങളിപ്പോ എന്താ വന്ന്? ഉമ്മ ഉണ്ട്, ഉപ്പപ്പ ഉണ്ട്. ഈ ഉപ്പപ്പാനും ഉമ്മാനും മറിച്ചിട്ടാണോ അവൻ ബിരിയാണി വാങ്ങിയിട്ട് പെണ്ണിന് കൊണ്ട് കൊടുക്കണേ? എങ്ങനെ ഈ മക്കളെയൊക്കെ കണ്ണടച്ച് നമ്മൾ വിശ്വസിക്കുക? അവനെവിടെ? മാമ ഉണ്ടോ അവിടെ? ഇല്ല, കുളിക്കാൻ പോയിക്ക. വരട്ടെ കണ്ട്. അതെ, ഇതൊന്നും ഉമ്മാന്റെ അടുത്ത് ചെന്ന് പറയണ്ടേട്ട മക്കളെ. മാമ വാങ്ങി മാമിക്ക് റൂമിൽ കൊണ്ടുപോയിട്ട് ബിരിയാണി കൊടുത്തു അങ്ങനെയൊന്നും പറയണ്ടേട്ടാ. നിങ്ങളെ തല്ലി കൊല്ലും ഉമ്മന്റെ ഉമ്മ. പിന്നെ ഇങ്ങോട്ട് വരലും കൂടി ഇല്ലാണ്ടാവും. ശനി ഞായർ ഒന്ന് വീട്ടില് ഇല്ലാണ്ടാകും. അതുകൊണ്ട് ഞങ്ങളെ മാമിക്ക് കൊണ്ട് കൊടുത്തു അങ്ങനെ ഇങ്ങനെയൊന്നും മുമ്പ് ഉമ്മമാരുടെ അടുത്ത് പറഞ്ഞില്ലേ? അതൊന്നും ഉമ്മാന്റെ അടുത്ത് ഉപ്പാന്റെ അടുത്ത് പറയണ്ടേട്ടാ. പറഞ്ഞ ഈ ശനി ഞായറും വിടുന്നത് ഇല്ലാണ്ടാകും ട്ടാ. പറയരുതിട്ട് പോലെ അങ്ങനെ മാമ ചെയ്തൊന്നും പറയരുതിട്ടാ. എന്റെ മക്കൾക്ക് ഉമ്മ നാളെ ബിരിയാണി വെച്ച് തരാട്ടാ.
ബിരിയാണി വെച്ച് കഴിച്ചിട്ട് വൈകുന്നേരത്തോടെ കൊണ്ടാക്കി തരാം കേട്ടാ. മക്കള് പോയി കളിച്ചോ. എന്തൊരു സ്വഭാവ ചെയ്തിക്കണെന്നൊക്കെ പറ്റുന്ന സ്വഭാവമാണ്. ഒന്നുമില്ലെങ്കിൽ അവന്റെ പെങ്ങളുടെ മക്കളല്ലേ, അവർക്ക് ഇങ്ങനത്തെ മനസ്സ് എങ്ങനെ അവർക്ക് തോന്നുന്നത്? അല്ല, നന്നോടൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഈ രണ്ടെണ്ണം ഇവിടെ ഇരുന്നില്ലേ, 2 കുട്ടികളെ നീ കണ്ടില്ലേ, ഉമ്മാനെ കണ്ടില്ലേ? ഇവിടെ ഈ രണ്ടാളെ എന്നെയും മറിച്ചിട്ടല്ലേ നിന്റെ പെണ്ണിന് നീ ബിരിയാണി വാങ്ങിക്കൊണ്ട് കൊടുത്തിരുന്നത് അല്ലേ? ഞങ്ങൾ അറിഞ്ഞാ മാമിനെ കാണാൻ പോട്ടെ മറ്റേ ആ 2 മക്കള് പോയപ്പോഴേ എന്റെ പെണ്ണ് ബിരിയാണി കഴിച്ചോണ്ടിരിക്കണ ആ പെൺകുട്ടി ഓരോ വായി കുട്ടികൾക്ക് വാരി കൊടുത്തിട്ട് അതിന് പറയാം എന്ത് രസാ ബിരിയാണി, എന്ത് രസാ ബിരിയാണി എന്നാ ചെറുത് പറയുന്നത്. ഒന്നാണ് എന്റെ പെങ്ങളുടെ എന്റെ ചോരയുടെ മക്കളല്ലേടാ അത്. എനിക്ക് അങ്ങനെ മനസ്സിൽ വരുന്ന മോനെ എങ്ങനെയൊക്കെ ചെയ്യാന്? അവര് വന്നത് എനിക്ക് അറിയില്ലല്ലോ. അവര് വന്നത് പോട്ടെ, അവര് വന്നത് നീ കണ്ടല്ലോ, ഇവിടെ ഉള്ളത് കണ്ടല്ലോ. ഉമ്മയല്ലേ നിന്നെ ഞാൻ പ്രസവിച്ച ഉമ്മയല്ലേ അവിടെ ഇരിക്കുന്നത്, ആ ഉമ്മാനെ നീ കണ്ട? അപ്പൊ അതിനിവിടെ വലുതാണ് നിന്റെ പെണ്ണല്ലേ, അവൾക്കുള്ള ഒരു മനസാക്ഷി പോലും നിനക്കില്ലാണ്ടായില്ല മോനെ. എന്താ നിങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കണേ? നിങ്ങളാണോ ഞങ്ങളൊക്കെ ഒരു നേരം പായിൽ കിടന്നാല് നോക്കണ മക്കള്? മറച്ചു വെച്ചിട്ട് നീ കയ്യില് എങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നു? ഇത്രയും വർത്താനം മാറ്റല്ലേ ഉള്ളിലേക്ക് പോയിട്ട്? ആ കുട്ടി ചെറുത് പറഞ്ഞിക്കണ മാമയുടെ കയ്യിൽ എന്തോ ഞാൻ കണ്ടുമ്മാന്ന്, അത്ര പോലും ഞങ്ങള് ശ്രദ്ധിച്ചില്ല. അപ്പൊ എങ്ങനെ മോനെ ഇതൊക്കെ മറച്ചു പിടിച്ച് നീ കൊണ്ടുപോയി എങ്ങനെ ഇതൊക്കെ പഠിച്ചു വരുന്നേക്ക്? അത് ഞാൻ ഒരു ബിരിയാണി കണ്ടപ്പോ വാങ്ങിയത്. ഒരു ബിരിയാണി കണ്ടപ്പോ നീ മേടിച്ചാ? ഒരു ബിരിയാണിയുടെ മാത്രം എനിക്ക് ഓർമ്മ വന്ന്, ബാക്കിയുള്ളവരെയൊന്നും ഓർമ്മ വന്നില്ല. കുട്ടികൾ നീ വന്നപ്പോ കണ്ട്. അതിനല്ലേലും ഇവരെന്തിനാ ഈ സ്കൂളിൽ പൂട്ടി കഴിഞ്ഞാൽ വേഗം വേഗം കൊണ്ട് ഓടി വരുന്നത്? അവര് വേഗം വേഗം വരും, അവര് ഉമ്മയുടെ വീടാണിത്. ആ നിനക്കുള്ള പോലത്തെ അവര് ഉമ്മക്കും ഉണ്ട് ഇവിടെ. എന്താ നീ വേഗം വേഗം വരുന്നേന്ന് പറയുന്നത്? നിനക്ക് കുട്ടികൾ വരുന്നത് ഇഷ്ടമല്ല, ഞങ്ങളെ ആരും ഇഷ്ടമല്ല. എന്റെ സ്വഭാവമൊക്കെ ഇപ്പൊ നിനക്ക് മനസ്സിലാകുന്നുണ്ടിട്ടാ, നല്ല സ്വഭാവമല്ലേ മോനെ ഇതൊക്കെ. ആ പെൺകുട്ടി ആരാന്റെ പെൺകുട്ടിയാണ്, അതിനുള്ള ഒരു മനസ്സാക്ഷി നിനക്ക് കാണിച്ചില്ല. ഇപ്പൊ പോയപ്പോ പറഞ്ഞു മാമ ഒരു ബിരിയാണി വാങ്ങിട്ട് വന്ന് മക്കളെ ഇതൊന്ന് കുറേശ്ശെ കഴിക്കും പറഞ്ഞിട്ട് അത് തൊള്ളയിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഉമ്മ ആവശ്യമില്ലാത്ത വർത്താനം പറയണ്ടാവും. ഈ ബിരിയാണിന്റെ കേസ് ഇത്ര വലിയ സംഭവമൊന്നും അല്ല അല്ലേ? അപ്പൊ നിനക്ക് നിന്റെ ഭാര്യക്ക് ഒരു ബിരിയാണി വാങ്ങാൻ തോന്നുകയാണെങ്കിൽ ഇവിടെ ഉമ്മയുണ്ട് ഉപ്പയുണ്ട്, അവർക്കൊന്നും വാങ്ങാൻ നിനക്ക് തോന്നിയില്ല? ഒരു ബിരിയാണി കണ്ടപ്പോ ഞാൻ മേടിച്ചു എന്ന്. എന്തുകൊണ്ട് മനസ്സാണ് അതൊക്കെ? നിങ്ങളെയൊക്കെ പെറ്റ് വളർത്തണല്ല, വെറുതെ എന്താ പറഞ്ഞ പോലെയാണ്. നിങ്ങളെയൊക്കെ പെറ്റ് വളർത്തുന്ന നല്ലൊരു വാഴ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ പഴം തിന്നുകൊണ്ടിരിക്കായിരുന്നു. എന്തുകൊണ്ട് മനസ്സതൊക്കെ? എന്ത് മനസ്സ്? നാളെ വരുമ്പോ ബിരിയാണി വേണ്ട, നിന്റെ ബിരിയാണി വേണ്ട, നിന്റെ ഒന്നും വേണ്ട ഇവിടെ. നിന്റെ ബിരിയാണി നിന്റെ മനസ്സാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. എന്തിപ്പോ മറച്ചു വെച്ചിട്ട് നിന്റെ പെണ്ണിനെ കൊണ്ട് കൊടുത്തിട്ട് വാതിൽ അടച്ചു വെച്ചിട്ട്? മറച്ചു വെച്ച് കൊണ്ടുപോയതല്ല, ഒരു ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ വാങ്ങിട്ട് വന്നതാ. നിങ്ങൾക്ക് കഴിക്കണതല്ലേ എപ്പോഴെപ്പോഴും. അപ്പൊ നിന്റെ പെണ്ണ് കഴിക്കാറില്ല? നിനക്കൊരു പെണ്ണ് കെട്ടി തരുന്നവർ ആരാടാ നിനക്ക് വാരി തന്നോ നോക്കിയത് ഇതുപോലെ? ഒരു കടയിൽ കയറി ഉമ്മ ബിരിയാണി വേണം, ഉമ്മ നോക്കിയിരിക്കും, ആ ബിരിയാണി നിന്നെ തീറ്റിക്കും. അങ്ങനെ നോക്കി വളർത്തിയ മോനാണ് നീ. പെണ്ണിന് എനിക്ക് വേണ്ട, നീ ബിരിയാണി വാങ്ങിക്കൊണ്ട് വന്നാൽ എടുത്ത് എറിയുന്നതിന്. ബിരിയാണി വാങ്ങിക്കൊണ്ട് തന്നത്ര പെണ്ണിന് വാങ്ങിക്കൊണ്ട് കൊടുക്കുമ്പോ ഉമ്മാന്റെ ഓർമ്മയില്ല. ഉമ്മ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വാങ്ങിക്കൊണ്ട് വരും, ദിവസം വാങ്ങിക്കൊണ്ട് വന്നിട്ട് നിന്റെ പെണ്ണിന് തീറ്റിക്കും. പോ, അങ്ങനെയെങ്കിലും നിനക്ക് ഇതാകട്ടെ. എന്തൊട്ട് സ്വഭാവന്നൊക്കെ മക്കള്. ഷോ ഒന്നുമില്ലെങ്കിൽ അവനവന്റെ ചോരയില്ല, മക്കളല്ലേ 2 ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് ഒരെണ്ണം തന്നെ മാമ മേടിച്ചുള്ളൂ, അത് 3 കൂടി പങ്കുവെച്ച് തിന്നിയും പണ്ടിനെ ഉമ്മ ഇതൊന്നും പറയില്ല. ഉമ്മാക്ക് വേണ്ട, ഉമ്മാക്ക് നിങ്ങളെ ബിരിയാണിയേ വേണ്ട. ഉമ്മയൊക്കെ തിന്ന് മര്യാദ തിന്ന് വളർന്ന് വന്ന തന്നെ എന്റെ വീട്ടിൽ നിന്ന്. എന്താ അമ്മ വീട്ടില് വന്ന എന്തൊരു സമാധാനം തരാത്തത് നിങ്ങളൊക്കെ? ഒരു ബിരിയാണിന്റെ കേസിനാണ് ഇത്ര വലിയ കാര്യമാക്കുന്നത്. അവർക്കൊക്കെ ബിരിയാണി അത്യാവശ്യത്തിന് അവരെ വീട്ടിൽ വാങ്ങിച്ചു കൊടുക്കൂലേ? എന്റെ ഭാര്യക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കാണ്ട് പിന്നെ ആരെ വാങ്ങിച്ചു കൊടുക്കുക? മര്യാദ ഇവിടെ ആഴ്ചയിൽ ബിരിയാണി കഴിക്കുമ്പോ നിങ്ങൾ എല്ലാവരും കഴിക്കണതല്ലേ? ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുത്തതുകൊണ്ട് എന്ത് ഇത് വലിയ കേസാക്കുന്നൊന്നും വേണ്ട. കേസാക്കൊന്നും വേണ്ട അല്ലേ? വലിയ കാര്യപ്പെട്ടതൊന്നുമല്ല, ഇതിനാണ് വലിയ സംഭവം പോലെ. എനിക്കിത് വലിയ സംഭവമാണ്. ഒന്നല്ലെങ്കിൽ നിന്റെ ചോരയുടെ മക്കള്, ഒന്നല്ലെങ്കിൽ നിന്റെ ഉമ്മ. ഇന്നെ മറിച്ചിട്ടല്ലേ നീ കൊണ്ടുപോയി? ശരി, മക്കള് വേണ്ട, ഇന്നെ മറിച്ചിട്ടല്ലേ നീ ഇതിനെ കൂടി കൊണ്ടുപോയിട്ട് നിന്റെ പെണ്ണിന് കൊടുത്ത് വാതിൽ ചാരിട്ട് നീ കുളിക്കാൻ പോയത്? ഞാൻ പെട്ടെന്ന് കേറി വന്നപ്പോ ഇവരെ കണ്ടില്ല, കണ്ടപ്പോ ഞാൻ മറച്ചു വെച്ചതാ. അത് എന്തിനമ്മ ഇത്ര ടെൻഷൻ ആവണം, ഇത്ര കാര്യം പോലെ സംസാരിക്കണത്? ഒരു ബിരിയാണി അല്ല, 2 ബിരിയാണി അല്ല, ഉമ്മാക്ക് ഉപ്പാക്കല്ല. നാളെ വരുമ്പോ ഞാൻ അല്ലെങ്കിൽ അവർക്കാരും ഞാൻ നാളെ വരുമ്പോ 4 ബിരിയാണി വേണ്ട. ആവശ്യം എന്റെ മക്കൾക്ക് നാളെ, എന്റെ ആഴ്ച ഉണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് നാളെ ബിരിയാണി വെച്ച് തിന്നാൻ കൊടുത്തിട്ട് പോയാൽ മതി. ഇത് വലിയ കാര്യമൊന്നും വേണ്ട. ഞങ്ങൾക്ക് ആയുസുള്ള കാലം വരെ എന്റെ മക്കള് വരും പോകും. ഒരു ബിരിയാണി ഇത്ര വലിയ വർത്താനം പറയാം. നിന്റെ പെണ്ണിനെ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് നിന്റെ പെണ്ണിനെ എല്ലാം കൊണ്ട് കൊടുക്കും.
എന്തൊരു സ്വഭാവങ്ങളൊക്കെ എന്തിന് എന്താ പറഞ്ഞ പോലെ ഒന്നുള്ളത് ഒലക്കയിൽ അടിച്ച് വളർത്തണം പറഞ്ഞിട്ടില്ലേ? അതാണ് പെണ്ണ് കെട്ടി കൊടുക്കുമ്പോഴേക്കും അവനിക്ക് പെണ്ണ് അപ്പൊ ഒരു ബിരിയാണി കണ്ടപ്പോ മേടിച്ചെന്ന്. ആ ഉമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് അതിന്റെ ഓർമ്മ വന്നില്ല. അവനവന്റെ കൂടപ്പറപ്പിന്റെ മക്കളാണ് ഇരിക്കുന്നത്. എന്നാ പിന്നെ ഒരു വണ്ണം എന്നെ മേടിച്ചുള്ളൂ, 3 ആളും കൂടി കഴിക്കുക. അതാണ് മര്യാദ.